ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളെ ആവേശത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ചിത്രമായിരുന്നു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ദൃശ്യം. അതുവരെ മലയാളി പ്രേക്ഷകൻ കണ്ട കഥകളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരുക്കിയ ചിത്രം മലയാളികൾ ഇരുകൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. മികച്ച തിരക്കഥയും അഭിനയ മുഹൂർത്തങ്ങളും സിനിമാസ്വാദകരെ സ്ക്രീനിന് മുന്നിൽ പിടിച്ചിരുത്തി. ആദ്യ ഭാഗത്തിന്റെ ഗംഭീര വിജയം കൊണ്ടുതന്നെയാണ് രണ്ടാം ഭാഗവും അണിയറ പ്രവർത്തകർ പുറത്തിറക്കുന്നത്. രണ്ടാം ഭാഗവും ഗംഭീര വിജയം നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമെന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു. അതിനായുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും നടൻ മോഹൻലാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു. ഇപ്പോഴത്തെ മൂന്നാം ഭാഗത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് സംവിധായകൻ ജിത്തു ജോസഫ്. മോഹൻലാൽ പറഞ്ഞതുപോലെ മൂന്നാം ഭാഗത്തിനായി താൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അതെന്ന് നടക്കുമെന്ന് അറിയില്ലെന്നും ജിത്തു ജോസഫ് പറയുന്നു. ദൃശ്യം കഴിഞ്ഞപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടാകുമെന്ന് താൻ വിചാരിച്ചതല്ല. എല്ലാവരും നിർബന്ധിച്ചതോടെയാണ് അതിനായി ശ്രമിച്ചത്. ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇറക്കുന്നതിനായി ഒത്തിരി പരിശ്രമം നടത്തുന്നുണ്ടെന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു. കഥ ഇതുവരെ എഴുതി കഴിഞ്ഞിട്ടില്ലെന്നും ഷൂട്ടിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ദൃശ്യം 3യുടേതെന്ന പേരിൽ ഒരു ടീസർ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികരണവുമായി ജിത്തു ജോസഫ് രംഗത്തെത്തിയത്. ജോർജ് കുട്ടിയും കുടുംബവും അവരുടെ നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളും മലയാളി പ്രേക്ഷകർ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചപ്പോൾ ഇന്ത്യയും കടന്ന് ചൈനീസും കൊറിയനും ഉൾപ്പെടെ നിരവധി ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടിരുന്നു. മലയാളത്തിലെ ആദ്യ 50 കോടി ചിത്രമായിരുന്നു ദൃശ്യം. 2013 ഡിസംബർ 19 പുറത്തിറങ്ങിയ ചിത്രം അന്നുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞാണ് മുന്നേറിയത്. 75 കോടി നേടിയ ആദ്യ ഭാഗം തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു. മോഹൻലാലിനൊപ്പം മീന, അൻസിബ ഹസൻ, ആശാ ശരത്, സിദ്ദിഖ്, എസ്തർ അനിൽ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. 2021 ഫെബ്രുവരി 19 ദൃശ്യം രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.